എല്ലാവർക്കും മാഷും ടീച്ചറിന്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് പരീക്ഷയും എത്തി നിൽക്കാണല്ലേ. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം. എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെ അവരുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അറിയാലോ, നമുക്ക് ഇന്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 അല്ലേ, അഥവാ ഉത്കൃതനം 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം എന്ന് പറഞ്ഞിട്ട് 3 ദിവസങ്ങളിലായിട്ട് പരീക്ഷ ഉണ്ടായിരിക്കും അല്ലേ. അതിൽ നമുക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് പഠിക്കാം, മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനമായിട്ടും കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാം അല്ലെ. തൊട്ടടുത്ത ദിവസം തന്നെ ടീച്ചർ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ കൂട്ടുകാർക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിക്കൂ, നിറം നൽകൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വായിക്കൂ, വരയ്ക്കൂ, നിറം നൽകൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദ്യം വരിക കേട്ടോ. എന്താ അതിൽ മക്കൾക്ക് ചോദിക്കാന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചിത്രം തന്നിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഒപ്പം കുറച്ച് ചിലപ്പോൾ ഡയലോഗ്സോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മക്കൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കുറച്ച് നിർദ്ദേശങ്ങളും തരും. ചിലപ്പോൾ ആ നിർദ്ദേശങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരികയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പേടിക്കൊന്നും വേണ്ട. അതെന്താന്ന് വെച്ചാൽ മക്കൾക്ക് അവിടെ ചിത്രം തന്നിട്ടുണ്ടായിരുന്ന ടീച്ചർ പറഞ്ഞല്ലോ, ആ ചിത്രത്തിന് ചിലപ്പം നിറം നൽകാനായിരിക്കും. പക്ഷെ മക്കൾ അവിടെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകാനല്ല. നമ്മുടെ ചോദ്യ പേപ്പറിൽ കൃത്യമായിട്ട് പറയും ഏത് നിറമാണ് നിങ്ങൾ ഓരോ ചിത്രത്തിനും നൽകേണ്ടതെന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്, തന്നിട്ടുള്ള ചിത്രത്തിന് നിറം നൽകാനായിട്ട്. അപ്പൊ ടീച്ചർ ഒരു നോക്കിക്കോണം, ടീച്ചർ ഇവിടെ ചെറിയൊരു ചിത്രം വരയ്ക്കുക കേട്ടോ. ഒരു മരത്തിന്റെ ചിത്രം വരച്ചു, അതുപോലെ തന്നെ ഒരു പൂവിന്റെ ചിത്രവും വരച്ചു കേട്ടോ. 2 ചെറിയ ചിത്രങ്ങൾ വരച്ചു. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചോദ്യ പേപ്പറിൽ ചിത്രങ്ങൾ തരും. എന്നിട്ട് മക്കളെടുത്ത് പറയും ചിത്രത്തിലുള്ള പൂവിന് മഞ്ഞ നിറം നൽകൂ എന്ന് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, പൂവിന് ഏത് നിറം വേണം നൽകാനായിട്ട്, മഞ്ഞ നിറം വേണം നൽകാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ചുവപ്പ് നിറമാണ് ഇഷ്ടമെങ്കിൽ ഓടിപ്പോട്ട് പൂവിന് ചുവപ്പ് നിറം നൽകിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടോ? ഇല്ല. ടീച്ചർ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ നിർദ്ദേശം തന്നിട്ടുള്ളത് അതനുസരിച്ച് മാത്രമേ മക്കൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഇവിടെ നിറം നൽകാനായിട്ട് പറയുള്ളൂ. പിന്നെ മക്കളെടുത്ത് പറയും ചിത്രത്തിലുള്ള മരത്തിന് പച്ച നിറം നൽകൂ എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യണം, ആ മരത്തിന് എന്ത് നിറം നൽകണം, പച്ച നിറം വേണം നൽകാനായിട്ട്. ചിലപ്പോൾ മക്കളെടുത്ത് എന്ത് പറയും, ആ ചിത്രത്തിലോട്ട് കൂടുതൽ കാര്യങ്ങൾ വരച്ച് ചേർക്കാനായിട്ട് പറയും. അതായത് മരത്തിന്റെ ചുവട്ടിലായിട്ട് കുറച്ച് മാങ്ങ വീണ് കിടപ്പുള്ളതായിട്ടോ, അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാർ കളിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ഒരു കുട്ടി പട്ടം പറത്തുന്നതായിട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ആ ഒരു ചിത്രത്തിലോട്ട് നിങ്ങളടുത്ത് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ കൂടി മക്കൾ വരച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എന്ത് പറയും, വായിക്കാനും വരയ്ക്കാനും തന്നിട്ടുള്ള ചിത്രത്തിന് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിറം നൽകാനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് കരുതുക, നിങ്ങളുടെ എക്സാമിന് പോകുന്ന സമയത്ത് കളർ ബോക്സ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും കരുതുക കേട്ടോ. ഇത്തരത്തിൽ ചിത്രത്തിന് നിറം നൽകാനും വരയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? ഇത്തരത്തിലൊരു ചോദ്യം വന്ന എല്ലാ കൂട്ടുകാരും മുഴുവൻ മാർക്ക് മേടിക്കില്ലേ? ഓക്കെ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, 1ാമത്തെ പ്രവർത്തനം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ മുഴുവൻ മാർക്കും കൂട്ടുകാർക്ക് നേടാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ പറയാട്ടോ. ഓക്കെ കൂട്ടുകാരെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വിവിധ തരം കളികളെ കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മൾ ഒരുപാട് കളികളെ കുറിച്ചൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം അത്തരം കളികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, നമുക്കറിയാലോ വിവിധ തരം കളികൾ നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചും കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കളിക്കുന്നില്ലേ കൂട്ടുകാർ കളിക്കുന്നുണ്ട്. ഒത്തിരി കളികൾ നിങ്ങളുടെ സ്കൂളിലുള്ള മറ്റു കൂട്ടുകാരുമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള മറ്റു കൂട്ടുകാരുമായിട്ടൊക്കെ നിങ്ങൾ കളിക്കാറില്ലേ? അപ്പം ചില കളികളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ആവശ്യമായിട്ട് വരാറുണ്ട്, കളിക്കാൻ ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരാറുണ്ട് അല്ലേ. ചില കളികളിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ഒരു സാധനവും ഇല്ലാതെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളികളുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ഒരു ചോദ്യം വരും കേട്ടോ. എന്താന്ന് വെച്ചാൽ, കുറച്ച് കളികളുടെ പേരുകളൊക്കെ ഇത്തരത്തിൽ തന്നിട്ട്
അവയിൽ ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളി കണ്ടെത്താനോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ആവശ്യമായിട്ടുള്ള കളികൾ കണ്ടെത്താനോ ആയിട്ട് നമുക്ക് ചോദ്യം വരാം. മുന്നേ ഇത്തരത്തിൽ കൂട്ടുകാർക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ ഓണ പരീക്ഷയും അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ അതിലൊക്കെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള കളികളിൽ ഉപകരണങ്ങൾ ആവശ്യമായിട്ടുള്ള കളികളൊന്ന് കണ്ടെത്തി നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇത് ചോദ്യത്തിന് ഉത്തരം അറിയുന്ന കൂട്ടുകാർ വേഗം വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് മക്കൾക്ക് സ്വയം ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കളികളിൽ ഏതൊക്കെയാണ് ഉപകരണങ്ങൾ ആവശ്യമായിട്ടുള്ള കളികൾ എന്ന് നോക്കാം കേട്ടോ. അവയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വട്ടം വരച്ചു കൊടുക്കാം കേട്ടോ, സർക്കിളിനകത്താക്കാം. നോക്കിക്കേ, ആദ്യത്തെ കളി ഏതാണ് മക്കളെ, ക്രിക്കറ്റ് ആണ് അല്ലെ. ക്രിക്കറ്റ് കളിക്കാൻ ഉപകരണങ്ങളുടെ ആവശ്യമുണ്ടോ? വേണോ അല്ലേ, നമുക്ക് ബാറ്റ് വേണം, ബോൾ വേണോ അല്ലെ, ഇതൊക്കെ എന്തിനു ആവശ്യമാണ്, ക്രിക്കറ്റ് കളിക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്രിക്കറ്റ് ഉപകരണം ആവശ്യമായിട്ടുള്ള ഒരു കളിയാണ്. നമ്മൾ എന്ത് ചെയ്തു, വട്ടത്തിനകത്താക്കി. അടുത്തത് ഏതാണ് കൊടുത്തിട്ടുള്ളത് നോക്കിക്കേടാ, കുളങ്കര അല്ലെ. അതിന് നമുക്ക് ഉപകരണങ്ങളുടെ ആവശ്യമുണ്ടോ, ബാറ്റും ബോളും പോലുള്ള ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ, അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ഇത് കുളങ്കര. അടുത്ത് നോക്കിക്കേടാ, അപ്പൊ ഇത് നമുക്ക് വട്ടത്തിനകത്താക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അടുത്തത് ഏതാണ്, ഒളിച്ചുകളിയാണ്. ഒളിച്ചുകളിക്ക് നമുക്ക് ഉപകരണങ്ങളുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. കുറച്ച് അധികം കൂട്ടുകാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് കളിക്കാവുന്ന ഒരു കളിയാണ് ഒളിച്ചുകളി. അപ്പൊ അതും നമുക്ക് ആക്കേണ്ട. അടുത്തത് കബഡി. കബഡിക്ക് ആവശ്യമുണ്ടോടാ? ചില കൂട്ടുകാർക്കൊക്കെ കബഡി എന്താ കളി എന്ന് അറിയായിരിക്കും. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലുള്ള അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിക്കാട്ടോ എന്താണ് കളി എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഉപകരണങ്ങളുടെ ആവശ്യമില്ല. അടുത്ത നോക്കിക്കേടാ, ക്യാരം ബോർഡ്. ക്യാരം ബോർഡ് ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ഒരു കളിയാണ്. അതിന് നമുക്ക് എന്ത് വേണടാ, എന്ത് വേണം, ഉപകരണങ്ങൾ വേണ്ടേ? അത് നമുക്ക് തട്ടി കളിക്കുന്ന ഒരു കോയിൻസ് ഇല്ലേ? ഓക്കെ, അപ്പം ക്യാരം ബോർഡ് എന്താണ്, ഉപകരണങ്ങൾ ആവശ്യമായിട്ടുള്ള കളിയാണ്. തൊട്ടുകളി ഉപകരണങ്ങൾ വേണോ? വേണ്ട അല്ലെ. അടുത്തത് പന്ത് കളി. പന്ത് കളിക്ക് എന്ത് വേണം, കളിക്കാനായിട്ട് പന്ത് വേണം. അതുകൊണ്ട് അത് ഉപകരണങ്ങൾ ആവശ്യമായിട്ട് ഉള്ള ഒരു കളിയാണ് അല്ലെ. അടുത്തത് നോക്കിക്കേടാ, പാമ്പും കോണിയും. അതിന് നമുക്ക് എന്ത് വേണം, അത് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം. അപ്പൊ എന്ത് ചെയ്യാ, ഇത്തരം കളികളൊക്കെ മക്കൾ ഓർത്തിരിക്കുക. ഏതൊക്കെ കളികൾക്കാണ് കളിക്കാൻ ഉപകരണങ്ങൾ ആവശ്യമെന്നും ആവശ്യമില്ലാത്തതും എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മിക്കപ്പോഴും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, കളികളുടെയൊക്കെ പേരുകൾ തരും. ആ പേരുകൾ മക്കൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ഒന്നെങ്കിൽ പട്ടികപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതുപോലെ ടിക്ക് ചെയ്യാനോ സർക്കിൾ ചെയ്യാനോ ഒക്കെ ആയിരിക്കും പറയാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ കളികളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. അതായത് വാഹനങ്ങൾ, വിവിധ തരം വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ നമുക്കറിയാം അല്ലേ, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ നമുക്കറിയാം, അതുപോലെ ആകാശത്തിലൂടെ പറക്കുന്ന വാഹനങ്ങളെ നമുക്കറിയാലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു ചോദ്യം വരും കേട്ടോ. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP സ്കൂളിലൊക്കെ നമുക്ക് എന്ത് കഴിഞ്ഞിട്ടുണ്ട്, വാർഷിക പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇത്തരത്തിലൊരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ ചോദ്യം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രം തന്നു. സൈക്കിൾ, ലോറി, വിമാനം, കപ്പൽ, തോണി പോലുള്ള ഒരുപാട് വാഹനങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അവയോടൊപ്പം തന്നെ അവയുടെ പേരുകളും തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ആ വാഹനങ്ങളെ തരംതിരിച്ച് എഴുതാനായിട്ട് പറഞ്ഞു. അപ്പൊ തരംതിരിച്ച് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ആണെന്ന് ഓർത്ത് മക്കൾ ഇരിക്കേണ്ട. എന്ത് ചെയ്താൽ മതി, കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടെത്തിയിട്ട് ഒരു കോളത്തിനകത്ത് എഴുതുക. ആകാശത്തിലൂടെ പറക്കുന്നവയെ മറ്റൊരു കോളത്തിൽ എഴുതുക. വെള്ളത്തിലൂടെ പോകുന്നവയെ മറ്റൊരു കോളത്തിൽ എഴുതുക. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് വാഹനങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അക്ഷരങ്ങൾ എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാർക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അവിടെ നോക്കിയിട്ടൊന്ന് എഴുതിയാൽ മതി. മക്കൾ എന്തുമാത്രം പഠിച്ചിരിക്കുക, കരയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കുക, വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വായുവിലൂടെ പറന്നു പോകുന്ന അല്ലെ, ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരുകളും ഓർത്തിരിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നിട്ടുള്ളതിൽ ആദ്യം നമുക്ക് കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സർക്കിളിലാക്കാം അല്ലെ. നോക്കിക്കേടാ, സൈക്കിൾ. സൈക്കിൾ എങ്ങനെയാണ് പോകുന്നത്, കരയിലൂടെയാണോ വെള്ളത്തിലൂടെയാണോ? ഇതിലൂടെയാണ്, കരയിലൂടെ പോകുന്നതാണ് അല്ലെ. ഒട്ടുമിക്ക എല്ലാ കൂട്ടുകാർക്കുള്ള ഒരു വാഹനമാണ് ഇത് സൈക്കിൾ അല്ലെ. അടുത്ത നോക്കിക്കുക മക്കളെ, വിമാനം. വിമാനം എങ്ങനെയാ പോകുന്നത്, കരയിലൂടെയാണോ? അല്ല. വെള്ളത്തിലൂടെയാണോ? അല്ല അല്ലെ. ഇതിലൂടെ മക്കളെ വായുവിലൂടെ പറന്നു പോവാണ് അല്ലെ, ആകാശത്തിലൂടെ പറന്നു പോവാണ്. അപ്പൊ നമുക്ക് വിമാനം എന്താണ്, ആകാശത്തിലൂടെ പറന്നു പോകുന്നതാണ് അല്ലെ. നമുക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ. അടുത്ത നോക്കിക്കേടാ, കപ്പൽ.
കപ്പൽ എങ്ങനെയാ പോകുന്നത്? ഇതിലൂടെ പോകുന്നത് ആകാശത്തിലൂടെ പറന്നു പോകുന്നതാണ് കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ശരിയില്ല കേട്ടോ. അപ്പൊ വെള്ളത്തിലൂടെ പോകുന്നവയെ നമ്മൾ എന്ത് ചെയ്തു? ടിക്ക് മാർക്ക് ചെയ്തു. കരയിലൂടെ പോകുന്നതിന് സർക്കിളിന്റെ ഉള്ളിലും ആക്കി അല്ലേ. അടുത്തത് ലോറി. ലോറി എങ്ങനെയാടാ പോകുന്നത്? ലോറി നമുക്കറിയാം കരയിലൂടെ പോകുന്നതാണ്, അതുകൊണ്ട് വട്ടത്തിലാക്കി അല്ലേ. അടുത്തത് ബസ്. ബസ് എങ്ങനെയാണ്? നമുക്കറിയാം കരയിലൂടെ പോകുന്നതാണ് അല്ലേ. റോഡിലൂടെയല്ല മക്കളെ ബസ് പോവാറുള്ളത്. ഓക്കെ, അടുത്ത് നോക്കിക്കേടാ റോക്കറ്റ്. റോക്കറ്റ് എങ്ങനെയാ പോവാറുള്ളത്? നമുക്കറിയാം ആകാശത്തിലൂടെ പറന്നാണ് എന്ത് പോകുന്നത്? റോക്കറ്റ് പോകുന്നത്. അടുത്തത് തീവണ്ടി. തീവണ്ടി എങ്ങനെയാ പോകുന്നത്? തീവണ്ടിയും കരയിലൂടെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സർക്കിളിനുള്ളിലാക്കി. അടുത്തത് ബോട്ട്. ബോട്ട് എങ്ങനെയാ പോകുന്നത് മക്കളെ? വെള്ളത്തിലൂടെയാണ് പോകുന്നത് കേട്ടോ. അതിന് നമ്മൾ എന്ത് ചെയ്തു? ശരിയിട്ടു. അടുത്തത് തോണി. തോണിയും എങ്ങനെയാണ്? വെള്ളത്തിലൂടെ പോകുന്നു. ലാസ്റ്റ് വൺ ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ എങ്ങനെയാണ് മക്കളെ? ആകാശത്തിലൂടെ പറന്നു പോകുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. കരയിലൂടെ പോകുന്നത് ഏതൊക്കെയാ? വട്ടത്തിനുള്ളിലാക്കിയത് പറഞ്ഞേ. സൈക്കിൾ, ലോറി, ബസ്, തീവണ്ടി അല്ലേ. അടുത്തത് വെള്ളത്തിലൂടെ പോകുന്നത് ഏതൊക്കെയാ? നമ്മൾ ശരി മാർക്ക് ഇട്ടത് കപ്പൽ, പിന്നെയാ ബോട്ട്, തോണി അല്ലേ. പിന്നെ നമ്മുടെ ആകാശത്തിലൂടെ പോകുന്നത് ഏതൊക്കെയാ മക്കളെ? വിമാനം, ഹെലികോപ്റ്റർ, റോക്കറ്റ് അല്ലേ. ഇത്രയും എന്താണ്? ആകാശത്തിലൂടെ പോകുന്നതാണ്. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ. മക്കളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്ക് നമുക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനം വരികയാണെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് മലയാളവുമായിട്ട് ബന്ധപ്പെടുത്തി വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനാണ് കേട്ടോ. അത് എങ്ങനെയാന്ന് വെച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 4 or 5 വരി പാട്ട് തരും. എന്നിട്ട് ആ പാട്ടിലോട്ട് കൂടുതൽ വരികൾ ചേർക്കാനാണ് പറയുന്നത്. അപ്പൊ അയ്യോ എനിക്ക് അത്രയൊന്നും എഴുതാൻ അറിയില്ല എന്ന് ഓർത്ത് മക്കൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ സഹായിക്കാനായിട്ട് ആ ഒരു പാട്ടിലേക്ക് നിങ്ങൾ കൂടുതൽ വരികൾ ചേർക്കാൻ സഹായകരമായിട്ടുള്ള ചിത്രങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി? ആ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതിനനുസരിച്ച് മക്കൾ എഴുതാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഒരു പാട്ട് നമ്മുടെ ചോദ്യ പേപ്പറിൽ തന്നു. അതിൽ നമുക്ക് 1 or 2 വരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരികളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എഴുതാനായിട്ട് പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒരു 4 വരി പാട്ട് തരികയാണെങ്കിൽ അതിൽ ആദ്യത്തെ 2 വരി എന്ത് ചെയ്യുക? വീണ്ടും റിപ്പീറ്റ് ഒക്കെ ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടീച്ചർ കുറച്ച് മാർക്കൊക്കെ തരും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അല്ലാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക? നന്നായിട്ട് ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് തന്നിട്ടുള്ള പാട്ടിലോട്ട് യോജിച്ച രീതിയിൽ എന്ത് ചെയ്യുക? വരികൾ ചേർത്തെഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് എഴുതാവുന്ന മറ്റൊരു പ്രവർത്തനമാണ് കഥ പൂർത്തിയാക്കാനായിട്ട്. അത് നമുക്ക് എപ്പോഴും നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമുക്കറിയാലോ, നമുക്ക് ഉദ്ഗ്രഥനം ദിവസം 1 അല്ലേ. ഇന്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞാൽ 3 ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പൊ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനും അതുപോലെ തന്നെ കഥ പൂർത്തീകരിക്കാനും ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ കഥ പൂർത്തീകരിക്കാനും നമുക്ക് ഇതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ടായിരിക്കും? ഒരു ചിത്രം തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ചിത്രം കണ്ടിട്ട് മക്കൾക്ക് മനസ്സിൽ വരുന്ന കഥ ഏതാണ്, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഒരു കഥാരൂപത്തിൽ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കഥ എഴുതാനുള്ള പ്രവർത്തനം നമുക്ക് തരികയാണെങ്കിൽ ആ കഥയ്ക്ക് യോജിച്ച രീതിയിൽ തലക്കെട്ട് നൽകാൻ കൂടി നമ്മളടുത്ത് പറയും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? കഥയൊക്കെ എഴുതിയതിനു ശേഷം ആ കഥയ്ക്ക് യോജിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഒരു കഥയ്ക്ക് ഒരു പേര് കൂടി അല്ലെ, ഒരു തലക്കെട്ട് കൂടി നൽകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കഥ പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ചധികം എഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാനായിട്ട്. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭാഷണമായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. സംഭാഷണത്തിൽ നമുക്ക് കുറച്ച് ഡയലോഗ്സ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? മക്കൾ ബാക്കി ഭാഗം എഴുതാനാണ് പറയേണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് സംഭാഷണമൊക്കെ പൂർത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? നോട്ട്ബുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് വച്ചിട്ട് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എങ്ങനെയാണ് സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളത് മക്കളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ സംഭാഷണം പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനവും നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്കുള്ള മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ജീവികളും അതുപോലെ തന്നെ അവയുടെ കൂടുകൾ അഥവാ അവരുടെ വാസസ്ഥലം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓരോ ജീവികളുടെയും കൂടുകൾ ഏതാണെന്ന് നമുക്കറിയാലോ. ഉറുമ്പ് എവിടെയാണ് കൂട് വെക്കുന്നത്? അണ്ണാൻ എവിടെയാണ് കൂട് വെക്കുന്നത്? എന്തുപയോഗിച്ചിട്ടാണ് കൂട് വെക്കുന്നത് അല്ലേ? കാക്ക എങ്ങനെയാണ് അതിൻ്റെ കൂട് കെട്ടുന്നത്? ഇതൊക്കെ നമുക്കറിയാലോ. അതുപോലെ മരംകൊത്തി താമസിക്കുന്നത് എവിടെയാണ്? ചിലന്തിയുടെ കൂട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അറിയുന്നതാണ് അല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് എന്ത് തരാം? ഒരു സൈഡിൽ ജീവികളുടെ ചിത്രങ്ങളും ഒരു സൈഡിൽ അവയുടെ
കൂടുകളുടെ ചിത്രങ്ങളൂടെ തന്നിട്ട് മാച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ, അതായത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ ചിത്രങ്ങൾ വരികയാണെങ്കിൽ ഒട്ടുമിക്ക കൂട്ടുകാർക്കും എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അവ വരച്ച് ചേർക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഓരോ ജീവികളും അതുപോലെ തന്നെ അവയുടെ കൂടുകളും മക്കളെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ജീവികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് മറ്റൊരു തരത്തിലും ചോദ്യങ്ങൾ വരാം. ചിലപ്പം എന്ത് ചെയ്യാം, ജീവികളുടെ ചിത്രം തരും. ഇപ്പം അണ്ണാന്റെ ചിത്രം തന്നിട്ട് അണ്ണാൻ എന്ത് ചെയ്യും, തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡയലോഗ് എന്നുള്ള രീതിയിൽ തരും. അണ്ണാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അണ്ണാൻ എവിടെയാ താമസിക്കാം, എവിടെയാണ്, മരത്തിലാണ് താമസിക്കുക അല്ലെ. അണ്ണാന്റെ കൂടുകൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക, വായനാരും പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അണ്ണാന്റെ കൂടുണ്ടാക്കുക അല്ലെ. അപ്പൊ അതുപോലെ ഓരോ ജീവികളും അവരെ കുറിച്ച് പറയുന്ന രീതിയിൽ ചിലപ്പം കുറച്ച് സംഭാഷണങ്ങളൊക്കെ തന്നിട്ട് അത് പൂർത്തീകരിക്കാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അണ്ണാന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തേനീച്ചയുടെ പ്രത്യേകത അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മുടെ തേനീച്ചയുടെ കൂടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്, എന്തുകൊണ്ടുള്ള കൂടാണ്, മെഴുകു കൊണ്ടുള്ള കൂടാണ് ആർക്കുള്ളത്, നമ്മുടെ തേനീച്ചയ്ക്ക് ഉള്ളതില്ലേ. അതുപോലെ തന്നെ കൂട്ടിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരുപാട് അറകൾ ഉണ്ടായിരിക്കില്ലേ. അപ്പൊ ആ പ്രത്യേകത മക്കള് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പം എന്ത് ചെയ്യും, ഈ പ്രത്യേകതകളൊക്കെ തന്നിട്ട് ഏതാണ് ആ ജീവി എന്നുള്ളത് മക്കളടുത്ത് എഴുതാനായിരിക്കും പറയാം. അപ്പൊ എന്ത് ചെയ്യുക, ജീവിയുടെ പേരും അവയുടെ കൂടിന്റെ പ്രത്യേകതകളൊക്കെ മക്കള് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ പിന്നെ മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു ജീവി എന്ന് പറയുന്നത് എലി. എലി എവിടെയാ മക്കളെ, മാളത്തിലാണ് അല്ലെ. മണ്ണ് മാന്തിയിട്ട് മാളത്തിലാണ് എലി എന്ത് ചെയ്യുക, അതില് കൂട് വെക്കുക അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് അറകളൊക്കെ ഉണ്ടായിരിക്കും അതിന്റെ മാളത്തിനുള്ളിൽ. പിന്നെ അതുപോലെ ഉറുമ്പ് എവിടെയാ മക്കളെ, മണ്ണിലാണ് അല്ലെ കൂടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കാക്ക എങ്ങനെയാണ് മക്കളെ, എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കുക, ഉണങ്ങിയ ചെറിയ ചുള്ളിക്കമ്പുകളും നാരുകളും ഇലകളൊക്കെ ഉപയോഗിച്ച് മരത്തിലാണ് നമ്മുടെ കാക്ക കൂട് കൂട്ടുന്നത് അല്ലേ. അപ്പൊ ആ പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യാം, മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ആ ഭാഗം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജീവികളുടെയൊക്കെ പ്രത്യേകതകൾ തരും. അതായത് അവരുടെ ശരീരത്തിനുള്ള പ്രത്യേകതകൾ. ഇപ്പൊ കൊക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ, എന്ത് നിറമാണ്, വെള്ള നിറാണ്, നല്ല വെളുത്ത നിറമാണ് ആർക്ക്, കൊക്കിനുള്ളത് അല്ലെ. അതുപോലെ തന്നെ അതിന്റെ കാലിന് എന്ത് പ്രത്യേകതയുണ്ട്, നല്ല നീണ്ട കാലാണ് അല്ലെ. അതുപോലെ തന്നെ നല്ല നീണ്ട കഴുത്താണ്. അതുപോലെ മീൻ തിന്നു അല്ലെ, വെള്ള നിറാണ്. ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ് മക്കളെ, കൊക്കിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇങ്ങനെ ജീവികളുടെ പ്രത്യേകതകൾ തന്നിട്ട് അത് ഏതാണ് ജീവി എന്നുള്ളത് മക്കളടുത്ത് കണ്ടെത്തി എഴുതാനായിട്ട് പറയും കേട്ടോ. ചിലപ്പോൾ ആ ജീവിയുടെ ചിത്രവും നമുക്ക് അതിൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരിക്കും. ചിത്രം കണ്ടിട്ട് എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം മക്കളെ, തത്തയുടെ നിറം എന്താ മക്കളെ, എന്ത് നിറമാണ്, പച്ച നിറമാണ് അല്ലെ. അതുപോലെ തത്തയുടെ ചുണ്ടിന് എന്ത് നിറമാണ്, ചുവപ്പ് നിറമാണ് അല്ലെ. പിന്നെ കഴുത്തിന് ചുറ്റും എന്തുണ്ട് മക്കളെ, നല്ല ചുവപ്പ് നിറത്തിലുള്ള എന്തുണ്ട്, ഒരു റിങ് ഉണ്ട് അല്ലേ കഴുത്തിൽ, വട്ടത്തിൽ. മക്കൾ കണ്ടിട്ടില്ലേ തത്തയുടെ ചിത്രം? ഇനി ആരെങ്കിലും കണ്ടിട്ടില്ല എന്ത് ചെയ്യുക, ഒരു ചിത്രമൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. അപ്പം ഇത്തരത്തിൽ എന്ത് ചെയ്യാം, മക്കൾ ഓരോ ജീവിയുടെയും പ്രത്യേകതകളൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പരുന്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പരുന്തിന്റെ ചുണ്ട് എങ്ങനെയാണ്, വളഞ്ഞ ചുണ്ടാണ് അല്ലേ. അതുപോലെ നല്ല ഉയരത്തിൽ ആര് പറക്കും, പരുന്ത് പറക്കില്ലേ. അപ്പൊ ഇത്തരത്തിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഠഭാഗത്ത് പരിചയപ്പെട്ടിട്ടുള്ള പക്ഷികളെയും ജീവികളെയും ഒക്കെ എന്ത് ചെയ്യുക, അവയെ കുറിച്ചൊക്കെ ഒന്ന്, അവയുടെ പ്രത്യേകതകളെ കുറിച്ചും അതുപോലെ തന്നെ അവ താമസിക്കുന്ന കൂടുകളുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്തിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് വരാറുണ്ട്, ചോദ്യങ്ങൾ എപ്പോഴും വന്ന് കാണാറുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ മക്കള് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കഴിക്കണം മക്കളെ, നല്ല ആഹാരം വേണം കഴിക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഭക്ഷണ സാധനങ്ങളാണോ കൂടുതലായിട്ടും കഴിക്കേണ്ടത്, ആണോ? നമ്മൾ ബർഗർ അതുപോലെ തന്നെ ഷവർമ തുടങ്ങിയ സാധനങ്ങളാണോ നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്, ആണോ? അല്ല അല്ലെ. നമ്മളെ ആഹാരത്തിൽ എന്ത് ഉൾപ്പെടുത്തണം, പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം, പച്ചക്കറികൾ ഉൾപ്പെടുത്തണം അല്ലേ. പിന്നെ അതുപോലെ മുട്ട, പാല്, മീന്, ഇറച്ചി തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, നല്ല ആരോഗ്യത്തിനായിട്ട് കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ ഏതൊക്കെയാന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക കേട്ടോ. ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, ഈ അടുത്ത് നമുക്കൊരു എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എക്സാമിന് നമുക്ക് എങ്ങനെയാ ചോദ്യം വന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ആഹാര സാധനങ്ങളുടെ ചിത്രങ്ങൾ തന്നു. അതായത് ഐസ്ക്രീം, പിന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, ബർഗർ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആഹാര സാധനങ്ങളുടെ ചിത്രങ്ങൾ തന്നു. എന്നിട്ട് നമ്മുടെ നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ട ആഹാര സാധനങ്ങൾ ഏതൊക്കെയാന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞു. ചിത്രങ്ങൾ തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മക്കളെ,
ഏതൊക്കെയാണ്? പഴങ്ങൾ വേണം, ടീച്ചർ നേരത്തെ പറഞ്ഞു അല്ലേ, പച്ചക്കറികൾ വേണം, പാല് വേണം, മുട്ട വേണം, മീന് വേണം, ഇറച്ചി വേണം അല്ലെ. ഇതൊക്കെ എന്താണ്? നല്ല ആഹാര സാധനങ്ങളാണ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് വരാം? ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി ഈ ആഹാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് വരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പലതരം പലഹാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾ, അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ, വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന ഒരുപാട് ആഹാര സാധനങ്ങളുണ്ട്. അപ്പൊ അവയോരോന്നിന്റെയും പേരുകൾ മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. നമുക്ക് തരംതിരിക്കാനായിട്ട് ചോദിക്കാം. ചിലപ്പം ഇവയുടെയൊക്കെ ആഹാര സാധനങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ തരും, അതോടൊപ്പം തന്നെ അവയുടെ പേരുകൾ ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് അവയെ എന്ത് ചെയ്യാം? വേവിക്കാത്തത് ഏതാണ്, ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഏതാണ്, വറുത്തെടുക്കുന്നത് ഏതാണ്, ചുട്ടെടുക്കുന്നത് ഏതൊക്കെയാന്ന് മക്കൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറയും? പട്ടികപ്പെടുത്താനായിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യാം മക്കൾ? ആ ഭാഗം കൂടി ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാടാ, ഏതൊക്കെയാണ് ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ? മക്കൾ വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ആവിയിൽ വേവിക്കുന്ന ഏതെങ്കിലും 2 പലഹാരങ്ങളുടെ പേര് പറഞ്ഞേടാ. വേഗം പറഞ്ഞേ. നമ്മുടെ ഇലയട, അതുപോലെ തന്നെ പുട്ട്, പിന്നെ നമ്മുടെ നൂലപ്പം, കൊഴുക്കട്ട തുടങ്ങിയ ആഹാരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ്? ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന ഒരുപാട് പലഹാരങ്ങളുണ്ട്. ഏതൊക്കെയാടാ? പത്തിരി, ചപ്പാത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ്? ചുട്ടെടുക്കുന്നതാണ് അല്ലേ. അതുപോലെ ദോശ, ഓട്ടട തുടങ്ങിയ പലഹാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ചുട്ടെടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വറുത്തെടുക്കുന്നത് ഒരുപാടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണല്ലേ വറുത്തെടുത്തവ. ഏതൊക്കെയാണ്? നമ്മുടെ പഴംപൊരി, അതുപോലെ അച്ചപ്പം, ഉണ്ണിയപ്പം തുടങ്ങിയ പലഹാരങ്ങളൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്നതാണ് അല്ലേ. അപ്പം ഇത്തരം പലഹാരങ്ങളെ കുറിച്ചൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് വരാം? ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പൂക്കളെ കുറിച്ചാണ് കേട്ടോ. പൂക്കളുടെ പ്രത്യേകതകൾ മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. പൂക്കളുടെ നിറങ്ങൾ മക്കൾ ഓർത്തിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മുന്നേ ഒത്തിരി പ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുന്നേ കുറെ എക്സാമുകൾ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? അവയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ പൂക്കളുടെ എന്ത് പറയാ, നിറം മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പം ഓരോ പൂക്കളും അവയുടെ പേരുകളും തന്നിട്ട് അവയ്ക്ക് യോജിച്ച രീതിയിൽ നിറം നൽകാനായിട്ട് പറയും. അപ്പൊ നമുക്ക് കോളാമ്പിപ്പൂ തന്നിട്ട് അതിന് ഏത് നിറം മക്കൾ നൽകണം? കോളാമ്പിപ്പൂ തരികയാണെങ്കിൽ മഞ്ഞ നിറമാണ് അല്ലേ. അതുപോലെ തന്നെ കാക്കപ്പൂവ്, ചെമ്പരത്തി തുടങ്ങിയ പൂക്കളുടെയൊക്കെ ചിത്രങ്ങൾ തന്നിട്ട് അവയ്ക്ക് നിറം നൽകാനായിട്ട് പറയൂ കേട്ടോ. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള പൂവിന്റെ പേര് മക്കൾ ഓർത്തിരിക്കുക. ഏതാടാ? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. മുല്ലപ്പൂവിന് എന്ത് നിറമാണ്? വെള്ള നിറമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പൂക്കളെ പറ്റിയിട്ട് മുന്നേ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പൂക്കളുടെ ഇതളുകളെ കുറിച്ച് മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 5 ഇതള് ഏത് പൂവിനാണുള്ള മക്കളെ? 5 ഇതള്. ചെമ്പരത്തി പൂവിന് എത്ര ഇതളുണ്ട്? 5 ഇതളുണ്ടല്ല. അതുപോലെ തന്നെ ഒരേ ഒരു ഇതളുള്ള പൂവ് ഏതാണ് മക്കളെ? ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൂവുണ്ട്. ഒരേ ഒരു ഇതൾ മാത്രമുള്ള ഏതാണ്? നമ്മുടെ തുമ്പപ്പൂ അല്ലെ. തുമ്പപ്പൂവിനും ഏത് നിറമാണ്? വെള്ള നിറം അല്ലെ. നേരത്തെ നമ്മൾ വെള്ള നിറത്തിലുള്ള പൂ ചോദിച്ചപ്പോൾ നമ്മൾ ഏത് പറഞ്ഞു? മുല്ലപ്പൂ പറഞ്ഞു അല്ലെ. അതുപോലെ നമുക്ക് എന്ത് പറയാം? തുമ്പപ്പൂ പറയാം. അപ്പം ഇത്തരത്തിലുള്ള പൂക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ അതുപോലെ തന്നെ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരൊക്കെ ദിവസവും ഡയറി എഴുതുന്ന കൂട്ടുകാരല്ലേ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഒരു ദിവസത്തെ കുറിച്ചിട്ടുള്ള ഡയറി എഴുതാനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതുകൂടി ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അതൊരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഡയറിയും ചിലപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഡയറിയൊക്കെ ഒന്നുകൂടി എഴുതി പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടിരിക്കുക കേട്ടോ. ഇനി ടീച്ചർ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസം ഇന്റഗ്രേഷൻ ഡേ 1, അതായത് ഉദ്ഗ്രഥനം 1ാം ദിവസത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും 2ാം ദിവസത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും 3ാം ദിവസത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുന്നേറ്റ് നിർബന്ധമായിട്ട് വീഡിയോസ് ഒക്കെ കാണാം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂടി വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ എക്സാമിന് മുഴുവൻ മാർക്ക് മേടിക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാരും റെഡി ആണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം, അതായത് കൂട്ടുകാര് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് ടീച്ചർ അടുത്ത ദിവസം വീഡിയോ ഇടുക കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? മലയാളം എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഗണിതം കൂടി പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.